Today our topic is methods of costing. Then cost and management accounting second unit continuation ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അതിന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ കോസ്റ്റിങ്ങിനെ കുറിച്ചോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഓരോ സ്ഥാപനങ്ങളും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. then അതിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദറ്റ് ഈസ് ദ ജോബ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ്സ്. ചില രീതികളുണ്ട്. ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികൾക്കനുസരിച്ചിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യുക. ദെൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ടു ദ മെത്തേഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. വാട്ട് ഈസ് മെന്റ് ബൈ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ മെത്തേഡ് യൂസ്ഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണോ ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മെത്തേഡ്സ് of costing. The method of costing be used depends upon the nature of industry and the manufacturing process. ആ ഒരു സ്ഥാപനത്തിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ടോ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കിക്കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുക, എന്ത് തീരുമാനിക്കാം, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് തീരുമാനിക്കാം. ദിസ് മെത്തേഡ് ഡിഫർ ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. എ കൺസേൺ ഹാസ് ടു ചൂസ് എ പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ദാറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു ഇറ്റ്. ഓരോ സ്ഥാപനവും അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന കോസ്റ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ജോബ് കോസ്റ്റിംഗ് and second one is process costing. Job costing methods include job costing, contract costing and batch costing, and process costing methods includes process costing, operation costing, single costing, operating costing, departmental costing and multiple costing. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദെൻ കോസ്റ്റിംഗ് ടെക്നിക്സിൽ വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയസ് മെത്തേഡ്സ് നമ്മൾ സാധാരണ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്നുള്ള രീതിയിലും മറ്റൊന്ന് പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്നുള്ള രീതിയിലും. അപ്പോൾ തന്നെ അത് ഏത് മെത്തേഡാണ് ആ ഒരു സ്ഥാപനം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്സ് ആവും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ ഇവിടെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ദറ്റ് ഈസ് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. Then process costing, it may be classified into process costing, operational costing, single or unit costing, operating costing, departmental costing and multiple costing. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ് ഓർ ടെക്നിക്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് മെന്റ് ബൈ ജോബ് കോസ്റ്റിംഗ്? Job costing is a method of costing used by job type industries. Job industries undertake work against specific orders of customers. A job is small work having special characteristics and features. Each job is ascertained separately. The examples of job costing, that is printing press, repair shop, painters, decorators, advertising firms, etc. ഇവിടെ job costing means job costing is also called as specific order costing. Then job costing is a method of costing used by job type industries. Job industries undertake work against specific orders of the customers. A job is a small work having a special characteristics and features. ഇവിടെ ഈ ജോബ് കോസ്റ്റിങ്ങിൽ നമ്മളോട് പറയുന്നുണ്ട് ആ ഒരു സ്ഥാപനത്തിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്. ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ഓർഡേഴ്സ്. പെയിൻറ്റിങ് വൺ ഓഫ് ദി എക്സാമ്പിൾ. അവിടെ അത്രയും ഏരിയാസ് നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത്രയും കവർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ജോബാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളതിനെ ആ ഒരു ആക്ടിവിറ്റി കണ്ടോ, ഒരു സ്പെസിഫിക് ഓർഡർ അത് പെർഫോം ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പല തരത്തിലും പല രീതിയിലാണ് ചെയ്യുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് ആണ്. മാനുഫാക്ചറിങ് മെഡിസിൻ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ദെൻ 1 പ്രോസസ്, 2nd പ്രോസസ്, 3rd പ്രോസസ്, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്. ചില ഫേമുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ചില കമ്പനികളുടെ ഗാർമെൻറ്റ്സ്, സ്പെയർ പാർട്സ്, അവിടെയൊക്കെ ആണെങ്കിൽ ചില ബാച്ച് കോസ്റ്റിംഗ്, ഇന്ന ബാച്ചിൽ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, നെക്സ്റ്റ് ബാച്ച് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഈ കോസ്റ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ സ്ഥാപനത്തിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഓരോ സ്ഥാപനത്തിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ? സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിങ്ങിനെ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ജോബ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ജോബ് ടൈപ്പ് ഇൻഡസ്ട്രീസ്. ജോബ് ഇൻഡസ്ട്രീസ് undertake work against specific orders of is normally different from other jobs. Each job is treated as a cost unit and the cost of each job is ascertained separately. ദെൻ ഓരോ ജോബിനെയാണ് അവിടെ എന്താ പറയുക, ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ജോബ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ജോബ്. എക്സാമ്പിൾസ് ഓഫ് കൺസേൺസ് എംപ്ലോയിങ് ജോബ് കോസ്റ്റിംഗ് ആർ പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയർ ഷോപ്പ്, പെയിൻറ്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ് ആൻഡ് അഡ്വർടൈസിങ്, ദെൻ അഡ്വർടൈസിങ് ഫേംസ് എക്സെട്ര. ഒരു കോൺട്രാക്ട്, അതായത് അവിടെ പറയുന്നത് ഒരു വർക്ക് ഏറ്റെടുത്ത് ആ വർക്ക് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ജോബ് കോസ്റ്റിങ്ങിൽ പറയുക. ആ ജോബ് കോസ്റ്റിങ്ങിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കാനുള്ള ചാർജാണ് നമ്മളവിടെ അതിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ ഈസ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് അല്ല ഉപയോഗിക്കുന്നത്, കോസ്റ്റിംഗ് മെത്തേഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്. അത് ഓരോ ഫേമിൻ്റെയും നേച്ചർ നോക്കിയിട്ട് വേണം നമ്മളവിടെ എന്ത് തീരുമാനിക്കാനായിട്ട്, ഏത് കോസ്റ്റിംഗ് മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ദെൻ സെക്കൻഡ് വൺ ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. Contract costing is a method of costing employed by a firm undertaking contract works. A contract is a big job which involves a large amount according to the specific requirement of the customers. ഇവിടെയും contract is a method of costing employed by firms undertaking contract work. One of the example is construction of building, construction of road, construction of bridges, ഷിപ്പ് ബിൽഡിംഗ്, എഞ്ചിനീയറിംഗ് വർക്ക്സ് എക്സെട്ര. ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അതായിരിക്കും അതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയാറുണ്ട്. അവിടെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ബൈ ഫേംസ് അണ്ടർടേക്കിംഗ് കോൺട്രാക്ട് വർക്ക്. A contract is a big job which involves a large amount and normally takes several years of completion. അതായത് കോൺട്രാക്ട് ഈസ് എ ബിഗ് ജോബ് വിച്ച് ഇൻവോൾവ്സ് ലാർജ് എമൗണ്ട് ആൻഡ് നോർമലി ടേക്ക് സെവറൽ ഇയേഴ്സ് ഓഫ് കംപ്ലീഷൻ. മാത്രമല്ല ഈ കോൺട്രാക്ട് വർക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കൂടുതൽ കാലയളവ് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ബിഗ് പ്രോജക്റ്റുകളായിരിക്കും ഇതിനുണ്ടാവുക. കോൺട്രാക്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയൊരു പ്രോജക്റ്റാണ്. ഹോസ്പിറ്റൽസ്, എയർപോർട്ട്, ബ്രിഡ്ജസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളവിടെ എന്ത് പറയുന്നുണ്ട്, ആ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതും അതേപോലെ തന്നെ ബിഗ് എമൗണ്ട് ആയിരിക്കും അതിന് കരാറിൽ ഏർപ്പെടുക. എ കോൺട്രാക്ട് ഈസ് എ ബിഗ് ജോബ് വിച്ച് ഇൻവോൾവ്സ് എ ലാർജ് എമൗണ്ട് ആൻഡ് നോർമലി ടേക്ക് സെവറൽ ഇയേഴ്സ് ഫോർ ദി കംപ്ലീഷൻ. അത്തരത്തിലുള്ള വർക്കുകളൊക്കെയാണ് ഇതിൽ വരിക, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വരിക. ഈച്ച് കോൺട്രാക്ട് ഈസ് അണ്ടർടേക്കൺ അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അവിടെയും നമ്മളിവിടെ പറയുന്നുണ്ട്, ജോബ് കോസ്റ്റിങ്ങിലും പറഞ്ഞു നമ്മൾ സ്പെസിഫിക് ഓർഡേഴ്സ് ഫ്രം ദ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവിടെ സ്പെസിഫിക് ഓർഡേഴ്സ് എന്ന് പറയാനുള്ള കാരണം ഒരു ജോലി ചെയ്തത് ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇത്ര മാത്രം എമൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഇത്ര നീണ്ട കാലയളവിലേക്കോ ഉള്ളതായിരിക്കില്ലേ ജോബ് കോസ്റ്റിംഗ്. ഒരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. അതാണ് ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ സെവറൽ ഇയേഴ്സ് ആണ് എന്തിനാവശ്യം വരിക, ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ലാർജ് എമൗണ്ട് ആവശ്യമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് എക്സാമ്പിൾ എല്ലാത്തിലും എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് construction of building, construction of houses, construction of hospitals, road, etc., engineering works, etc. But contract costing is a method of costing employed by firms undertaking contract works. A contract is a big job which involves large amount and normally takes several years for completion. Each contract is undertaken according to specific requirement of the customers.
Then third one is batch costing. Third one is batch costing. Batch costing is a method of costing used in concerns that produce goods in batches. A batch consists of a particular number of identical products. Cost of each batch is ascertained separately. Cost per unit of each batch is ascertained by dividing the total cost of each batch by the number of units in that batch. This method is employed in pharmaceutical companies, biscuit companies, ready-made garments, spare parts and component part manufacturers etc. Then നമ്മൾ തേർഡ് വൺ പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ബാച്ച് നമ്മൾ സാധാരണ പറയുക. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഓരോ കോസ്റ്റിംഗ് ടെക്നിക്സും ഓരോ ജോലിയുടെയും നേച്ചർ നോക്കിയിട്ടാണ് നമ്മളവിടെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ബാച്ച് കോസ്റ്റിങ്ങിൽ ദിസ് മെത്തഡ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, biscuit companies and ready-made garments, spare parts, component parts, manufacturing etc. അപ്പോൾ ഇവിടെ batch costing is a method of costing used in concerns that produce goods in batches. ഓരോ ബാച്ചസിൽ ഇത് ഒരു മെഡിസിൻസ് ഒരു ബാച്ചിൽ വന്നിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഒരൊറ്റ പ്രോസസ്സിങ്ങിൽ വന്നിരിക്കുന്നതാണ്. ഇത്രയും ആ ഒരൊറ്റ ബാച്ചിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറയാം ബിസ്ക്കറ്റ് കമ്പനീസ്. സ്പെയർ പാർട്സ് അതൊക്കെ ഒരു അവിടെയാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ട് ഓരോ ജോലിയുടെയും നേച്ചർ നോക്കിക്കൊണ്ട് അതിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റിംഗ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതാ, ജോബ് കോസ്റ്റിംഗ്. സെക്കൻഡ് വൺ പറഞ്ഞത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് ബാച്ച് കോസ്റ്റിംഗ്. Batch costing is a method of costing used in concerns that produce goods in batches. A batch consists of a particular number of identical products. Cost of each batch is ascertained separately. Cost per unit of each batch is ascertained by dividing the total cost of each batch by the number of units in that batch. This method is employed in pharmaceutical, biscuit companies, ready-made garments, spare parts and component parts manufacturers etc. Next one is process costing. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിങ്ങിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഏതൊക്കെയാണ് ജോബ് കോസ്റ്റിങ്ങിന് എക്സാമ്പിൾ പറഞ്ഞത്, ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. ഇനി സെക്കൻഡ് പാർട്ടാണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിലെ ഏതൊക്കെ കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് കോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ആൻഡ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. then അതിൽ കോസ്റ്റിംഗ് മെത്തേഡ്സിൽ ഫോർത്ത് വൺ ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. Process costing is a method of costing employed in process industries. It is used where the product passes through several distinct processes before its completion. Then what is meant by process costing? Process costing നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. Process costing is a method of costing employed in process industries. It is used where the product passes through several distinct processes before its completion. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയണമെങ്കിൽ, കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് മെത്തഡ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എംപ്ലോയ്ഡ് ബൈ കെമിക്കൽ വർക്ക്സ്, ഷുഗർ മിൽസ്, ടെക്സ്റ്റൈൽ, ഓയിൽ റിഫൈനറീസ്, സോപ്പ് ഫാക്ടറീസ്, പെയിൻറ്റ് കമ്പനീസ് എക്സെട്ര. അതായത് ഇവിടെ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് കെമിക്കൽ വർക്കുകളോ ഷുഗർ മില്ലോ ടെക്സ്റ്റൈൽസോ ഓയിൽ റിഫൈനറീസ് അതൊക്കെ ചെയ്തെടുക്കുന്നിടത്തൊക്കെ 1 by 1 എന്ന് പറയുന്ന ഓരോ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്രോസസ്സിലും ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് രീതി എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിന് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പറയുക, കെമിക്കൽ വർക്ക്സ്, ഷുഗർ മിൽസ്, ടെക്സ്റ്റൈൽസ്, ഓയിൽ റിഫൈനറീസ്, സോപ്പ് ഫാക്ടറീസ്, പെയിൻറ്റ് കമ്പനീസ് എക്സെട്ര. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ ദെൻ പ്രോസസ് കോസ്റ്റിംഗ്. ഇതൊക്കെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിന് നമുക്ക് കൊടുക്കാവുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ്
operation costing. Operation costing is a method of costing employed where the manufacturing process consists of number of distinct operations. That is distinct operations. It is a detailed application of process costing. A process may consist of several operations such as cutting, drilling, welding, etc. The cost of each operation is ascertained separately. Operation costing is adopted in engineering works, leather companies, toy making, timber works, etc. ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് വൺ ഈസ് ദെൻ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയിഡ് വെർ ദി മാനുഫാക്ചറിങ് ഓഫ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഡിസ്റ്റിങ് ഓപ്പറേഷൻ. വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ലെതർ കമ്പനീസ്, അതുപോലെ ടിംബർ വർക്ക്സ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ എഞ്ചിനീയറിംഗ് വർക്ക്സ്, ലെതർ കമ്പനീസ്, ടോയ് മേക്കിംഗ്, ടിംബർ വർക്ക്സ്. അതൊക്കെ ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രോസസ്സിംഗ് ആണ്. പ്രോസസ് മേ കൺസിസ്റ്റ് ഓഫ് സെവറൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കട്ടിംഗ്, drilling, welding. Different operations are included in operational costing techniques. Then next one is single output or unit costing. Single output or unit costing. Single output or unit costing. Single costing is a method of costing used in industries where the production is uniform and consists of only a single product. All the unit of output are identical. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഒരേപോലെയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓൾ ദി യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ആർ ഐഡൻറ്റിക്കൽ. ദ കോസ്റ്റ് ഓഫ് അസിസ്റ്റൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പീരീഡ് ഈസ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പീരീഡ് ടു അറൈവ് അറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. സിംഗിൾ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. This method is employed in industries such as mines, quarries, steel, cement, etc. അതായത് ഇപ്പോൾ നമ്മൾ അറിയില്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങൾ ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ കല്ലൊക്കെ വെട്ടിയെടുക്കുക, അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. കല്ലൊക്കെ വെട്ടിയെടുക്കുമ്പോൾ ദെൻ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റുകളാണ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആവുക. ദെൻ അതിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക വെച്ചാൽ ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എത്രമാത്രമായി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, എത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഓരോ യൂണിറ്റിനും ഓരോ സിംഗിൾ പ്രോഡക്റ്റിനാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വെർ ദ പ്രൊഡക്ഷൻ ഈസ് യൂണിഫോം ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി സിംഗിൾ പ്രോഡക്റ്റ് ഓർ എ ഫ്യൂ സിമിലർ പ്രോഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പീരീഡ് ഈസ് ഡിവൈഡഡ് ബൈ ദി ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പീരീഡ് ടു അറൈവ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. Single costing is known as output costing or unit costing. This method is employed in industries such as mines, quarries and collieries, steel, cement, etc. These are the examples of single or output or unit costing. Then seventh one is operating costing. Operating cost is a method of costing employed by concerns which are engaged in providing services and not producing goods. ചില ഓപ്പറേഷണൽ കോസ്റ്റ് വ്യത്യാസമുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റും വ്യത്യാസമുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സച്ച് ആസ് ബാങ്കിങ് സർവീസസ്, ദെൻ ട്രാൻസ്പോർട്ട് സർവീസസ്, ഇലക്ട്രിസിറ്റി സർവീസസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. സർവീസ് ഓറിയൻറ്റഡ് കോസ്റ്റിംഗ് ടെക്നിക്സിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്താ? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയിഡ് ബൈ കൺസേൺസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് സർവീസ് ആൻഡ് നോട്ട് പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അതായത് പ്രൊഡ്യൂസിങ് ഗുഡ്സ് അതിനേക്കാൾ ഉപരിയായിട്ട്, അതല്ല മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. ദ കോസ്റ്റ് ഓഫ് റെൻഡറിങ് സർവീസ് ഈസ് ടേംഡ് ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. The cost of rendering service is termed as operating cost. What is meant by operating cost? The cost of rendering services is called as operating cost. കണ്ടോ, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് വാങ്ങിക്കുന്ന കണക്കാക്കുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ സർവീസ് അണ്ടർടേക്കിംഗ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഗ്യാസ് സപ്ലൈ കമ്പനീസ്, hotel, hospitals, etc. Then next one is departmental costing. Departmental costing is a method of costing followed by concerns which are divided into several departments.
several departments. The cost of each department is ascertained separately. The cost per unit of the product is ascertained by dividing the total cost of a department by the output of the department. This method is followed by departmental stores, publishers, etc. The next point ആണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിങ്ങിലെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളോ പബ്ലിഷേഴ്സോ ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോളോഡ് ബൈ കൺസേൺസ് വിച്ച് ആർ ഡിവൈഡ് ഇൻ ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കോസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ടെക്നിക്സിലൂടെ ആയിരിക്കും. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി. ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് divided by number of units output of the department. This method is followed by departmental store. Departmental സ്റ്റോറിൻ്റെ ഒക്കെ കോസ്റ്റ് കണക്കാക്കണമെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നും ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ അവിടെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്ന് പറയുക. ദെൻ ലാസ്റ്റ് പോയിൻ്റ് ഈസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. Multiple costing refers to application of more than one method of costing to ascertain the cost of a product. It is not a new method, but it is only combination of several methods. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗിൽ എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു അപ്ലിക്കേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സൈക്കിൾ മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ ഫാക്ടറീസ്, റേഡിയോ ആൻഡ് TV മേക്കിംഗ്, വാച്ച് ഫാക്ടറീസ്, എയ്റോപ്ലെയിൻ കമ്പനീസ് എക്സെട്ര. ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. കണ്ടോ? അപ്പോൾ എന്താ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു അപ്ലിക്കേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ കോസ്റ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ടെക്നിക്സ് എന്നോ പറയുന്നത്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സൈക്കിൾ മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ ഫാക്ടറീസ്, റേഡിയോ ആൻഡ് TV മേക്കിംഗ്, വാച്ച് ഫാക്ടറീസ്, എയ്റോപ്ലെയിൻ കമ്പനീസ് എക്സെട്ര. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ദറ്റ് ഈസ് ദ ജോബ് കോസ്റ്റിംഗ് ആൻഡ് ഓൾസോ പ്രോസസ് കോസ്റ്റിംഗ്. വളരെ ജോബ് കോസ്റ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്? ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്. എക്സാമ്പിളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ജോബ് കോസ്റ്റിംഗ് ടെക്നിക്സിലാണ് വരിക. പെയിൻറ്റിങ് നമ്മൾ പറഞ്ഞു, പ്രിൻറ്റിങ് പറഞ്ഞു, റിപ്പയർ ഷോപ്പുകൾ പറഞ്ഞു. ദെൻ അഡ്വർടൈസിങ് ഫേംസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ ജോബ് കോസ്റ്റിങ്ങിന് എക്സാമ്പിളാണ്. ബാച്ച് കോസ്റ്റിങ്ങിൽ ബാച്ച് വൈസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, മെഡിസിൻസ്, പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കമ്പനീസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ബിസ്ക്കറ്റ്, സ്പെയർ പാർട്സ്, ഇതെല്ലാം ബാച്ച് കോസ്റ്റിങ്ങിന് എക്സാമ്പിളാണ്. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് വിട്ടുപോയി. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ബിൽഡിംഗ്, റോഡ്, അതൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ 3 പേരുകളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ജോബ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് വർക്കുകൾ, കൺസ്ട്രക്ഷൻ വർക്കുകൾ, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡാം, റോഡ്, ഹോട്ടൽസ്, പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട്, ഇതൊക്കെ നമുക്ക് ഏതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം? ഹോസ്പിറ്റൽസ് ഒക്കെ എക്സാമ്പിളായിട്ട് കൊടുക്കാം. കൺസ്ട്രക്ഷൻ. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ജോബ് കോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, തേർഡ് വൺ ഈസ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ബാച്ച് കോസ്റ്റിങ്ങിൽ ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മളത് ചെയ്യുക. ദെൻ ബിസ്ക്കറ്റ് കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയൊക്കെ നമ്മൾ ഏതിന് എക്സാമ്പിൾ പറഞ്ഞു? ബാച്ച് കോസ്റ്റിംഗ്. ദീസ് ആർ ദി പാർട്ട് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, പ്രോസസ് ടെക്സ്റ്റൈൽ അല്ലേ, പിന്നെ സോപ്പ് ഫാക്ടറീസ്, പെയിൻറ്റ് കമ്പനീസ്, ഷുഗർ മിൽസ്, ഓരോ ഫാക്ടറികളും ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൽ ലെതർ കമ്പനീസ്, എഞ്ചിനീയറിംഗ് കമ്പനീസ്, ലെതർ കമ്പനീസ്, എഞ്ചിനീയറിംഗ് കമ്പനീസ്,
പിന്നെ ടിമ്പർ വർക്ക്സ് എക്സെട്ര ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓപ്പറേഷൻ കോസ്റ്റിങ്ങിന് എക്സാമ്പിളാണ്. ദെൻ സിംഗിൾ ഓർ ഔട്ട്പുട്ട് മൈനിങ് കമ്പനീസ്, ക്വാറീസ്, ദെൻ സ്റ്റീൽ, സിമെൻറ്റ് എക്സെട്ര ഇതൊക്കെ ഏതാ സിംഗിൾ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനാണ്. ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്? സർവീസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഗ്യാസ് സപ്ലൈ കമ്പനീസ്, ഹോട്ടൽ, ഹോസ്പിറ്റൽസ് എക്സെട്ര. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്തിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്. ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിങ്ങിനാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, പബ്ലിഷേഴ്സ് എക്സെട്ര. ദെൻ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. Multiple costing refers to application of more than one method of costing to ascertain the cost of a product. It is not a new method, but it is only a combination of several methods. This method is used only combination of several methods. Multiple costing refers to composite costing. It is used in cycle manufacturing, automobile factories, radio and TV. Then അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Then അവിടെ collieries, that is unit costing, mines unit costing, cement unit costing, brickwork unit costing, breweries unit costing, steel unit costing, paper, textile, chemical, automobile, chemicals process costing, automobile, sugar, paint, that is a process costing, timber operation costing, radio, that is a multiple costing, contract firms contract costing, transport companies operating costing, electricity, hospitals, hotels, cinema theater etc, that is an operating costing. Interior decoration job costing. അതിൻ്റെ തന്നെ തൊട്ടടുത്തതിൻ്റെ കോസ്റ്റ് യൂണിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് കണ്ടോ. ഇത്രയാണ് നമുക്കവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അതിൽ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. Technique of costing, that means types of costing. Technique is a way used for doing a work. Technique of costing is the way of ascertaining cost. It means the procedure adopted for ascertaining cost. Cost can be ascertained in several ways, and according there are several techniques of costing. The management should choose a technique which is most suitable for achieving the objectives of cost control and decision making. പല രീതിയിൽ നമുക്ക് കോസ്റ്റിംഗ് കണക്കാക്കാമെങ്കിലും മാനേജ്മെൻറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഈസ് ദ വേ ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഏത് രീതിയിലാണ് നമ്മൾ കോസ്റ്റ് കണക്കാക്കേണ്ടത്. ഇറ്റ് മീൻസ് ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. That means cost can be ascertained in several ways, and there are several techniques of costing. ഏതൊക്കെയാണ് ഈ several techniques എന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, marginal costing, direct costing, absorption costing and uniform costing. These are the different techniques used for costing methods. Costing to ascertainment of cost, different techniques are adopted by the management. The various techniques are, first one is historical costing, second one is standard costing, third one is marginal costing, fourth one is direct costing, and fifth one is absorption costing, and last one is unit costing. And then first one is historical costing. Historical costing is a technique in which costs are ascertained after they have been incurred. It records only the cost which have been incurred in the past. This technique is little used in the cost control. Historical cost നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പാസ്റ്റ് കോസ്റ്റ്. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻഗേർഡ്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദ കോസ്റ്റ് വിച്ച് ഹാസ് ബീൻ ഇൻഗേർഡ് ഇൻ ദ പാസ്റ്റ്. ദിസ് ടെക്നിക് ഈസ് ലിറ്റിൽ യൂസ് ഇൻ കോസ്റ്റ് കൺട്രോൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഒരു കാരണവശാലും നമുക്ക് ഒരു കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ പാസ്റ്റ് കോസ്റ്റ് ടെക്നിക്സ് ആണ് ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻ ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻഗേർഡ്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദ കോസ്റ്റ് വിച്ച് ഹാസ് ബീൻ ഇൻഗേർഡ് ഇൻ ദ പാസ്റ്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. It is not much used in cost control techniques. കോസ്റ്റ് റിഡക്ഷന് വേണ്ടി നമുക്ക് അതുപോലെ ഉപയോഗിക്കാനായിട്ട് ഏത് പറ്റില്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല.
Then next one is standard costing. Standard costing പഠിച്ചിട്ടുള്ളതാണ്. Standard costing നിങ്ങൾക്കറിയാം. Standard costing is also called as predetermined cost. Predetermined cost മുൻകൂട്ടി തീരുമാനിക്കുന്ന കോസ്റ്റിങ്ങിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം. Standard costing is a technique in which standard costs are set in advance. They are compared with actual cost. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എപ്പോഴും നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന കോസ്റ്റ് ചേഞ്ചസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ സിറ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് ദേ ആർ കമ്പയർഡ് വിത്ത് ആക്ച്വൽ കോസ്റ്റ്. The difference between standard cost and actual cost is known as variance. The reasons for variance are identified and corrective actions should be taken. Standard costing is used as an effective tool for cost control. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ കൺട്രോളിങ് ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുക ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആദ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. Then there may be deviation. That deviation is also called as variance. അപ്പോൾ നമ്മളൊരു 10,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നത്. ആക്ച്വൽ കോസ്റ്റ് 8,000 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ബെസ്റ്റ് പ്രാക്ടീസാണ് അങ്ങനെ കോസ്റ്റ് റിഡക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 10,000ഉം ആക്ച്വൽ കോസ്റ്റ് 12,000ഉം ആണെങ്കിൽ ദെൻ അവിടെ എന്താണ് ആക്ച്വൽ അവിടെയും വേരിയൻസ് ഉണ്ട്. ആ വേരിയൻസ് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും ഒരു സ്ഥാപനത്തിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. കണ്ടോ, ആ വേരിയൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് കോസ്റ്റാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്, ഓൾറെഡി റെക്കോർഡഡ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് മച്ച് യൂസ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ, ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മച്ച് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് the marginal costing. Marginal costing is a technique of costing in which costs are classified into fixed cost and variable cost are charged to operation process. Under this technique, cost of production includes only variable cost. Fixed costs are changed against the profit of the period in the which they arise. The difference between sales and variable cost is also known as contribution. Profit or loss is determined on the deducting the fixed cost from the contribution. Marginal costing is defined as ascertainment of marginal cost and of the effect on profit of changes in the volume or type of output by differentiating between fixed cost and variable cost. സാധാരണ രീതിയിൽ മാർജിനൽ കോസ്റ്റിംഗ് നിങ്ങൾ ഇനി 5th സെമസ്റ്ററുകളിലൊക്കെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അവിടെയും നമ്മൾ പഠിക്കും. അവിടെ പഠിക്കുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സിൽ വോള്യൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വേരിയേഷനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ പഠിക്കാനായിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. കണ്ടോ, അവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടെക്നിക്സും അതുപോലെ തന്നെ CVP അനാലിസിസ്, കോസ്റ്റ് വോള്യൂം പ്രോഫിറ്റ് അനാലിസിസിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റായിട്ട് തരംതിരിക്കും. അവിടെ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. സെയിൽസും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ C=F+P എന്നും കൂടെ പറയാറുണ്ട്. അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിംഗ്, അതായത് ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ ഉപയോഗിക്കുക, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ് ഫോർ കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ്. അതായിരിക്കും ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ മൂന്നാമത് പറഞ്ഞ പോയിന്റ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗിൽ കോസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. വി ക്യാൻ അനലൈസ്, വി ക്യാൻ ഐഡൻറ്റിഫൈ ദ കോൺട്രിബ്യൂഷൻ ബൈ ദ വേ ഓഫ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്.
Then fourth technique is direct costing. Direct costing is a technique of costing in which costs are classified into direct and indirect, and not only direct costs are charged to operation, process or product. Under this technique, cost of production includes only direct cost. Indirect costs are charged against the profit of the period in which they arise. Direct costing differ from marginal costing, where some fixed costs are treated as direct costing. Direct costing ഡയറക്റ്റ് കോസ്റ്റിംഗ് എലമെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു ഓപ്പറേഷൻ, പ്രോസസ് ഓർ പ്രോഡക്റ്റ്, ലീവിങ് ഓൾ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ടു ബി റിട്ടൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ അറൈസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ്. Then it operates, process or produce. It is the traditional way of ascertaining cost. No distinction made between variable cost and fixed cost. All the costs are charged to cost of production. It is also known as full costing. Absorption costing എന്ന് പറയുമ്പോൾ no distinction is made between fixed cost and variable cost. Then all costs are charged to cost of production. എല്ലാ എക്സ്പെൻസുകളും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫുൾ കോസ്റ്റിംഗ്. Absorption costing is defined as the practice of charging all cost, both variable and fixed, to operation, process or product. Then sixth point is uniform costing. Uniform costing when several undertaking use the same costing methods, principles and practice, it is called uniform costing. It is great help in cost comparison. The use of several undertaking of the same costing principles and practice is called as uniform costing. Several undertaking use the same costing methods, principles and practice, it is called uniform costing. അതായത് മിക്ക സ്ഥാപനങ്ങളും ഒരേപോലെയുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെൻ സെവറൽ അണ്ടർടേക്കിംഗ് യൂസ് ദ സെയിം കോസ്റ്റിംഗ് മെത്തേഡ്സ്, principles and practice, it is called as uniform costing. It is of great help in cost comparison. ഏറ്റവും കൂടുതൽ കോസ്റ്റ് കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇത് യൂണിഫോം കോസ്റ്റിംഗ്. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ദർ ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, തേർഡ് വൺ ഈസ് മാർജിനൽ കോസ്റ്റിംഗ്, ഫോർത്ത് വൺ ഈസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്, fifth one is absorption costing, and sixth point is uniform costing. Then historical cost is also called as past cost. Then already recorded cost is also called as historical cost. Then it is not much useful for cost comparison or cost reduction techniques etc. അതായത് അത്രമാത്രം പോപ്പുലർ അല്ല. ഇനി സെക്കൻഡ് വൺ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപ് തന്നെ നമ്മൾ ആദ്യം എന്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം കോസ്റ്റ് ആവും എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് കണക്കാക്കി തീരുമാനിക്കുന്ന കോസ്റ്റിംഗ് ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. സോ predetermined costing is also called as standard costing. But standard costing is a technique in which standard costs are set in advance and they are compared with actual cost. The difference between standard cost and the actual cost is also known as variance. കണ്ടോ, അപ്പോൾ ശരിക്കും അവിടെ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റാണ് ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത് ഏതാ, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നു. മാർജിനൽ കോസ്റ്റിലെ വിച്ച് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ദെൻ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റിൻ്റെ ഉണ്ടാകാവുന്ന ചേഞ്ചസ് അത് മാത്രം പഠിച്ചുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ അപ്ലൈ ചെയ്യുക. മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇഫ് ദർ ഇസ് എ കോൺട്രിബ്യൂഷൻ വി ക്യാൻ ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് എന്നാണ് അതിൽ പഠിക്കുന്നൊരു പോയിന്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നത് കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്. ദെൻ ഡയറക്റ്റ് കോസ്റ്റിംഗ്.
ഡയറക്റ്റ് കോസ്റ്റിംഗിൽ all direct cost are considered. All direct costing as the practice of charging all direct cost to operation process or product, leaving all the indirect cost to be written off. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് ഇത് ഡയറക്റ്റ് കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫുൾ കോസ്റ്റ് മെത്തേഡ്. Full cost methods there is no classification in fixed cost and variable cost. Then all costs are considered for fixation of cost of production. Then so it is also called as full costing. Then sixth point is uniform costing. Uniform costing is same costing methods, principles and practice. It is called uniform costing. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. Then ഇനി നമുക്ക് ഇന്നത്തെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതും ഇരിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? വാട്ട് ആർ ദി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. മെത്തേഡ്സിൽ തന്നെ രണ്ടായിട്ട് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാം. പല സ്ഥാപനങ്ങളും പലതരത്തിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്, പല രീതിയിലാണ് കോസ്റ്റ് കണക്കാക്കുന്നത്. അങ്ങനെ പല രീതിയിൽ കോസ്റ്റിംഗ് കണക്കാക്കാനുള്ള കാരണം ഓരോ സ്ഥാപനത്തിൻ്റെയും എന്ത് വ്യത്യാസമാണ്, നേച്ചർ വ്യത്യാസമാണ്. അവരുടെ ആ നേച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് വേണം നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ അവിടെ വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കോസ്റ്റിംഗ്: ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിലോ പ്രോസസ് കോസ്റ്റിംഗ്, ദെൻ ഓപ്പറേഷണൽ കോസ്റ്റിംഗ്, സിംഗിൾ കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ആൻഡ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ജോബ് കോസ്റ്റിംഗ് ഒരു ജോലിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെയിൻറ്റിങ്, റിപ്പയറിങ്, പ്രിൻറ്റിങ്, കണ്ടോ, ഒരു വർക്ക് മാത്രം ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക. ആ ജോബിൻ്റെ ആ ഒരു പർട്ടിക്കുലർ വർക്കിൻ്റെ പ്രൈസ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ പറയുന്നതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നതാണ്. ബാച്ച് കോസ്റ്റിംഗ്, ബിസ്ക്കറ്റ് കമ്പനീസൊക്കെ ബാച്ച് വൈസ് ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നുണ്ടായിരിക്കും, ബാച്ച് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ചാർജ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്സാണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷണൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പറയുന്നത് ലെതർ കമ്പനീസ്, ടിമ്പർ വർക്ക്സ് ഒക്കെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ദെൻ സിംഗിൾ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. സിംഗിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കോറീസ്, മൈൻസ്, അവിടെയൊക്കെ ഓരോ യൂണിറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ദെൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക, സിംഗിൾ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയാം. ദെൻ സെവൻത്ത് വൺ ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദറ്റ് ഈസ് സർവീസ് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ടു ആർ മോർ കോമ്പിനേഷൻ ഓഫ് കോസ്റ്റിംഗ്, അല്ലെ, അപ്ലിക്കേഷൻ ഓഫ് മോർ ദെൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ദറ്റ് ഈസ് അതിന് ടി വി മാനുഫാക്ചേഴ്സ് എക്സെട്ര. ദെൻ എയറോപ്ലെയിൻ കമ്പനീസ് അവർക്ക് ചാർജ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഇത്. ദെൻ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇതൊക്കെയാണ്. അപ്പം മെത്തേഡ്സ് പറയുമ്പോൾ ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സിംഗിൾ കോസ്റ്റിംഗ്, ഓപ്പറേഷണൽ കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. എത്രയാണ് ഇതിൽ വരിക? ദെൻ കോസ്റ്റിംഗ് മെത്തേഡ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നെ പഠിച്ചിരിക്കുന്നത് എന്താ, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ആ ടെക്നിക്സ് ഓഫ് കോസ്റ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സിനെ കുറിച്ച് പരിചയപ്പെട്ടു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, പ്രീ ഡിറ്റർമിൻ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് പാസ്റ്റ് കോസ്റ്റാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റാണ്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റിലെ വേരിയബിൾ കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കൺസിഡേർഡ്. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ദറ്റ് ഈസ് എ ഫുൾ കോസ്റ്റ് മെത്തേഡ്. ദെൻ യൂണിഫോം കോസ്റ്റിംഗ്, യൂണിഫോം മെത്തേഡ്സ് ആർ ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ദെൻ ടെക്നിക് ഈസ് കോൾഡ് ആസ് യൂണിറ്റ് കോസ്റ്റിംഗ്. അപ്പോൾ ടെക്നിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്. ദീസ് ആർ ദി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.
നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൾ.